നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ലഭിക്കുന്ന മികച്ച ഒരു സ്മാർട്ട് വാച്ചാണ്. കുറേ നാളുകളായി നമ്മളിപ്പോൾ സ്മാർട്ട് വാച്ചുകളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ മിക്ക ആളുകളും സ്മാർട്ട് വാച്ചൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. മിക്കയുടെയും കയ്യിൽ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ അതിൽ തന്നെ വില കുറഞ്ഞ സ്മാർട്ട് വാച്ചുകളായിരിക്കും മിക്കയുടെയും കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പല കാര്യങ്ങളിലും ആക്യുറസി വളരെ കുറവായിരിക്കും. പക്ഷേ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്യുറസി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഇന്ന് റിയൽമി ലോഞ്ച് ചെയ്ത അവരുടെ റിയൽമി വാച്ച് 5 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതുപോലൊരു പാക്കേജിലാണ് റിയൽമി വാച്ച് 5 നമുക്ക് ലഭിക്കുന്നത്. ഈ പാക്കേജിൽ വാച്ച് കൂടാതെ ഒരു ചാർജിങ് കേബിളും യൂസർ മാനുവലും ആണ് ഉണ്ടാവുക. വാച്ച് കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്ത് മനസ്സിലാക്കാം. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് സ്ട്രാപ്പിനും വാച്ച് കേസിനും എല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അലുമിനിയം അലോയിൽ തീർത്താണ് വാച്ച് കേസ്. സൈഡിലായിട്ട് ഹണി കോംബ് സ്റ്റൈലിൽ തീർത്ത സ്പീക്കർ ഹോൾസ് കാണാം. എനിക്ക് ലഭിച്ചിരിക്കുന്നത് ബ്ലാക്ക് നിറത്തിലുള്ളതാണ്. മൊത്തം 4 വ്യത്യസ്ത നിറങ്ങളിൽ ഇത് ലഭ്യമാണ്. 1.97 ഇഞ്ചിൻ്റെ അമോലഡ് ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. 390x450 പിക്സൽ റെസൊല്യൂഷനുള്ള ഈ ഡിസ്പ്ലേക്ക് 600 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ വെളിച്ചത്തിൽ നമുക്ക് സൂപ്പറായി തന്നെ എല്ലാം കാണാം. 60 ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ്. 16 ദിവസം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് ഈ ഒരു വാച്ചിൽ ഇവിടെ റിയൽമി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 720 മണിക്കൂർ വരെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു വാച്ച് ഉപയോഗിച്ച് തുടങ്ങുന്നതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും അതുമായിട്ട് നമ്മൾ ഈ ഒരു വാച്ച് ബൈൻഡ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഫോണിലുള്ള ഏതെല്ലാം ആപ്ലിക്കേഷനുകളുടെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വാച്ച് ലഭിക്കണമെന്ന് ഈ ഒരു ആപ്പിലൂടെയാണ് സെറ്റ് ചെയ്യുന്നത്. മുകളിൽ നിന്നും സ്വൈപ്പ് ചെയ്താൽ വിഡ്ജറ്റ്സുകൾ കാണാം. സെറ്റിങ്സിലേക്കും കിടക്കാം. ഇടതു നിന്ന് സ്വൈപ്പ് ചെയ്താൽ വെതർ, മ്യൂസിക്, ഇവൻറ്റ് റിമൈൻഡർ ഇവയിലേക്ക് ഡാറ്റ നമുക്ക് കാണാം. താഴെ നിന്നും സ്വൈപ്പ് ചെയ്താൽ മെസ്സേജുകളുടെയും മെയിലുകളുടെയും ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഇതുപോലെ കാണാം. വലത് സൈഡിൽ നിന്നും സ്വൈപ്പ് ചെയ്താൽ ആക്ടിവിറ്റി ഡാറ്റ, സ്ലീപ്പ് ക്വാളിറ്റി, ഹെർട്ട് റേറ്റ് തുടങ്ങിയവയാണ് കാണുന്നത്. സാധാരണ സ്മാർട്ട് വാച്ചുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത നിങ്ങളെ ആകർഷിക്കുന്ന മറ്റൊരു ഫീച്ചർ കൂടി ഈ ഒരു സ്മാർട്ട് വാച്ചിലുണ്ട്. അതാണ് ബ്ലൂടൂത്ത് വാക്കി ടോക്കി. അതായത് ഇത്തരത്തിലുള്ള മറ്റൊരു സ്മാർട്ട് വാച്ച് കൂടി ഉണ്ടെങ്കിൽ പരസ്പരം ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ആ ഒരു ദൂരത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും, വാക്കി ടോക്കി ഉപയോഗിക്കുന്ന പോലെ. വില കുറഞ്ഞ സ്മാർട്ട് വാച്ചുകൾ വാങ്ങുന്നതിനേക്കാൾ ആക്യുറേറ്റായ ഡാറ്റയാണ് റിയൽമി വാച്ച് 5 നമുക്ക് ലഭിക്കുന്നത്. 108ൽ പരം സ്പോർട്സ് മോഡുകൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 GNSS GPS ഇതിലുണ്ട്. പിന്നെ NFC സൗകര്യവും ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാർഡുകൾ കൊണ്ടുനടന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല. വിവിധ മോഡലുകളിലുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്കിതിൽ ലഭ്യമാണ്. അത് നമുക്കാവശ്യമുള്ള സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് ഓണും ഓഫ് ആക്കാനുമുള്ള ഫംഗ്ഷനും ഇതിലുണ്ട്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ചാർജ് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുമെന്ന് പ്രത്യേകം നമ്മൾ മറക്കരുത്. പിന്നെ ഡിസ്പ്ലേയിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഡിസ്പ്ലേ ഓൺ ആകുന്ന ഫംഗ്ഷനും ഇതിലുണ്ട്. കുറച്ച് വാച്ച് ഫേസുകളൊക്കെ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ റിയൽമി ലിങ്ക് ആപ്പിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അനിമേറ്റഡ് ആയിട്ടുള്ള വാച്ച് ഫേസുകളും നമുക്ക് അതിൽ കാണാം. ഹെർട്ട് റേറ്റ് മോണിറ്റർ മാത്രമല്ല SpO2, സ്ലീപ്പ്, സ്ട്രെസ്സ്, ബോഡി എനർജി തുടങ്ങിയതൊക്കെ തന്നെ മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യവും മ്യൂസിക്, ഫൈൻഡ് മൈ ഫോൺ, ഇവൻറ്റ് റിമൈൻഡർ, ഗെയിം ഗാർഡിയൻ മോഡ് തുടങ്ങിയതും ഈ ഒരു വാച്ചിലുണ്ട്. 4499 രൂപയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് വില വരുന്നത്. എന്തായാലും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നോക്കുമ്പോഴും പിന്നെ റിയൽമി എന്ന ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ ഒക്കെ നോക്കുമ്പോഴും ആ ഒരു വില നമുക്ക് അധികമല്ല. പിന്നെ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണ സ്മാർട്ട് വാച്ച് എന്നൊക്കെ പറയുമ്പോൾ 1500-2000 രൂപയൊക്കെ വരുമെങ്കിലും അതിലൊന്നും തന്നെ ആക്യുറേറ്റ് അല്ല. ഇവിടെ അതൊക്കെ ആക്യുറസി കൂടുതലുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രൈസ് ഇവിടെ അധികമായിട്ട് പറയാനാവില്ല. ഈ ഒരു സ്മാർട്ട് വാച്ചിന് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഇത്തരത്തിലുള്ള ചാർജിങ് കേബിൾ ഇതുപോലെ വച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടുള്ളതിന് വയർലെസ് ചാർജിങ് ഉണ്ട്. എന്നാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കേബിള് പവർ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് അത് ഓണാക്കി ഇടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്മാർട്ട് വാച്ച് അവിടെ നിന്ന് ഊരിയെടുത്ത് പോന്നിട്ടുണ്ടാവാം. അപ്പോൾ അലക്ഷ്യമായി അങ്ങനെ ഇടുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ മെറ്റൽ ഇതിലൊക്കെ ടച്ച് ചെയ്തിട്ട് ഇത് ഷോർട്ട് ആവുകയും ചിലപ്പോൾ അഡാപ്റ്റർ അടിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു കേബിൾ മാറ്റിയിട്ട് അതൊരു ഡോക്ക് കൂടി ആക്കിയിരുന്നെങ്കിൽ കൂടി വന്നതിന് 10-200 രൂപയുടെ വ്യത്യാസമൊക്കെ വരുള്ളൂ. അപ്പോൾ അതും കൂടി ആക്കിയിരുന്നെങ്കിൽ നല്ലൊരു അടിപൊളി ആവുമായിരുന്നു. റിയൽമിക്കൊക്കെ അത് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ അതാണ് എനിക്കിവിടെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്. കാരണം ഇത്രയും നല്ലൊരു വാച്ചിൽ ഈ ഒരു ഫീച്ചർ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി തന്നെ. അപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഇതുപോലെ പറയാനുണ്ടാവും. ഇപ്പോൾ ഈ സ്മാർട്ട് വാച്ചിൽ ഈ അടുത്ത് നടന്നിരിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ച് അടിപൊളി ആകുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതെന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. പിന്നെ ഇത് വാങ്ങാൻ നിങ്ങൾ realme.com പോയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വീടിനടുത്തുള്ള ഷോപ്പിലൊക്കെ അടുത്ത് തന്നെ കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റായിട്ട് ഇടുക.